ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ആനന്ദ് നായർ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആഴിമലയാണ് കേട്ടോ. ആഴിമല ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അവിടെ ഒരു ആഴിമല ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പ്ലേസിലാണ്. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അന്ന് പറഞ്ഞതുപോലെ വിജീഷിൻ്റെ സേവ് ദ ഡേറ്റ് ആണ്. അപ്പോൾ സേവ് ദ ഡേറ്റിലെ വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ? ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ വിജീഷിൻ്റെ സേവ് ദ ഡേറ്റ് ആണ്. ഒരു കാര്യം കാണിച്ചു നിങ്ങളെ കല്യാണത്തിന്റെ പെടും. അതെ, ഇതൊന്നും ആയിട്ടില്ല. തുടക്കത്തിലേ ഇവളോ അങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ വിജീഷിൻ്റെ സേവ് ദ ഡേറ്റ് ആണ്. അതിൻ്റെ ഓരോ റീടേക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധതരം പോസ്റ്റുകളാണ്. എവിടെ നോക്കിയാലും അതല്ല ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അതായത് ഇവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ടാണ്. കണ്ടേ, ഇത് ഇവിടെ ഈ കാണുന്നത് ഒരു ഫോട്ടോഷൂട്ടാണ്. ഇത് അവിടെ ഒരു ഫോട്ടോഷൂട്ടാണ്. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട് ഇതോ അവിടെ നടക്കുക. ഇതേണ്ട അവിടെ നമ്മളിപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് മാറിയപ്പോൾ കടൽ തീരത്തോട്ടായി. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആഴിമല ബീച്ചിലാണ്. ആഴിമല ബീച്ച് ഇതേടെ കണ്ടില്ലേ? ആഴിമല ബീച്ച് എന്ന് പറഞ്ഞാൽ ദൂരെയായിട്ട് നമുക്ക് ആഴിമല ക്ഷേത്രം കാണാൻ പറ്റും. ഈ അവിടെ ആയിട്ടാണ് ആഴിമല ക്ഷേത്രം. ഈ കാണുന്നത് അല്ലേ, കണ്ട നടുക്ക് കാണുന്നില്ല ഒരു ബിംബം പോലെ? അതാണ് ആഴിമല ശിവൻ്റെ ബിംബമാണ്. നമ്മൾ ആ ബീച്ചിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു കാഴ്ചയാണ് കണ്ടോ. നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന MSCയുടെ ഒരു വലിയ കപ്പലാണ് കേട്ടോ. വലിയ കപ്പലാണ് ഈ പോകുന്നത്. അത് തൊട്ടടുത്ത് നിന്ന് കാണാം കേട്ടോ. വളരെ ദൂരെയൊന്നുമല്ല, വളരെ അടുത്തായിട്ടാണ്. നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. ഗൈസ്, നമ്മൾ ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ AMJ വെഡ്ഡിങ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോയ്ക്കാണ് കേട്ടോ. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അത്യാവശ്യം റീസണബിൾ റേറ്റ് പറഞ്ഞു. പിന്നെ അവരുടെ വർക്കും അത്യാവശ്യം കൊള്ളാം. അങ്ങനെ അവർക്കാണ് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള വർക്കുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ താഴെ മെൻഷൻ ചെയ്യാം. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. അവരുടെ വർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കുകളാണ്. ഗൈസ്, നമ്മളൊരു നിഗൂഢമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ലൊക്കേഷനിലേക്ക്. ഈ വഴി കൊള്ളാമല്ലേ? നല്ല രസമുള്ള വഴിയല്ലേ? നമ്മൾ ആഴിമല ബീച്ചിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് വേറെ സ്ഥലത്തേക്ക് എത്തി. ആ കാണുന്ന അവിടുത്തെ കാഴ്ചയാണ്. നമ്മൾ ആഴിമല ബീച്ചിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ വേറൊരു ബീച്ചിലേക്ക് പോകും. അപ്പോൾ ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. ദൂരെയായിട്ട് നമുക്ക് ബീച്ച് കാണാം. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. വിഴിഞ്ഞം പോർട്ടൊക്കെ ഇവിടെ നിന്നാണ് കാണാം കേട്ടോ. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ലൊക്കേഷൻ പോലെ. യെസ്, വിഴിഞ്ഞം പോർട്ട്. അങ്ങനെ നല്ല ദൂരെയായിട്ട് വിഴിഞ്ഞം പോർട്ടാണ് കേട്ടോ. ആ വരി പോലെ കെട്ടി വെച്ചിരിക്കുന്ന വിഴിഞ്ഞം പോർട്ടാണേ. വാവ്, ആ സൈഡിൽ ഇതാണല്ലേ ക്രെയിൻസ്. അതിൻ്റെ ക്രെയിനും കാര്യങ്ങളൊക്കെ ആണ്. അങ്ങോട്ട് നോക്കിയാൽ നല്ല അടിപൊളി ലൊക്കേഷൻ. സൂപ്പർ. ക്ലീൻ ബീച്ചാണേ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ, മൊത്തം നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കണത്. ഈ പാറക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അടിപൊളി രസമുള്ള കാഴ്ചകളാണ്. തന്നെ കണ്ടില്ല, കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പാറക്കെട്ടുകൾ, മറ്റേ കൈതച്ചെടി, അങ്ങനെ കൈതലല്ല പറയുമ്പോൾ കഴുതാമ. ഈ ചുവപ്പ് കൊടി വെച്ചേക്കണെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആഴമെന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഈ പോർട്ട് ഇതിനടുത്തായതുകൊണ്ട് അത്രയും ആഴം കാണും ഇവിടെ. ആ തിരയൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും ആഴമുണ്ട്. കൈതയുടെ ഇടയിൽ നിന്നുള്ള അടുത്ത പോസ്. ഗൈസ്, ഈ കാണുന്നതാണ് കൈതയുടെ കൈതച്ചക്ക എന്ന് പറയാം. നമ്മുടെ പൈനാപ്പിൾ അല്ല,
അതുപോലത്തെ വേറൊരു സാധനം. കൈതയല്ല കേട്ടോ, താഴാമ്പൂവാണ്. താഴാമ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ താഴാമ്പൂ നല്ല മണമുള്ള ഒരു പൂവാണ്. പൂവല്ല ആക്ച്വലി, ഇത് ഇലയാണ്. അതിൻ്റെ ഭയങ്കര മണമാണ് ഈ സാധനത്തിന്. ഈ കാണുന്നതാണ് താഴാമ്പൂവിൻ്റെ പൂവ്. ആക്ച്വലി ഇത് ഇലയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ. ഇത് ഈ കാണുന്നത് പൂവും ഇത് അതിൻ്റെ ഇലയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ സാധനത്തിനാണ് മണം, ഭയങ്കര മണമാണ് കേട്ടോ. ഗൈസ്, അവിടെ എന്തായാലും ഫോട്ടോഷൂട്ട് നടക്കട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ കാഴ്ച കാണാൻ പോവാം. അതായത് ഇവിടെ അടുത്ത് വിഴിഞ്ഞം പോർട്ടാണെന്ന് നേരത്തെ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ പോയി നോക്കാം എന്താണ് സംഭവം. കാര്യം നമുക്ക് വിഴിഞ്ഞം പോർട്ട് തൊട്ടടുത്ത് കാണാൻ പറ്റും. നമ്മൾ ആ പാറപ്പുറത്ത് കയറി, അത് കണ്ടില്ല, ആ പാറപ്പുറത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് വിഴിഞ്ഞം പോർട്ട് കാണാം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പാറക്കെട്ടുകളിൽ കയറി മേളോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ടോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. തൊട്ടടുത്ത് കാണാം. നമ്മൾ വലിയ പാറക്കെട്ടിൻ്റെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു കപ്പലിനെ മറ്റേ 2 ടഗ് ബോട്ടുകൾ വന്ന് വെൽക്കം ചെയ്യുന്നതാണ് പോർട്ടിലേക്ക്. ഇതേ കണ്ടോ, ഇടത് സൈഡിലൊരു ഇത് കപ്പൽ കാണാൻ പറ്റും. ഇടത് സൈഡിൽ നമുക്കൊരു ടഗ് ബോട്ട് കാണാൻ പറ്റും, വലത് സൈഡിലൊരു ടഗ് ബോട്ടും കാണാൻ പറ്റും. അതിൻ്റെ നടുക്കാണ് ആ കപ്പൽ വരുന്നത് കേട്ടോ. അത് അതിനെ വെൽക്കം ചെയ്ത് നമ്മുടെ ഇവിടെയാണ് പോർട്ട്. ഈ പോർട്ടിലേക്ക് അടുപ്പിക്കുന്ന ചടങ്ങാണ്, അല്ലെങ്കിൽ പോർട്ടിലേക്ക് അടുപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വേണ്ട ഞാൻ ആദ്യമായിട്ടാണ് ഈ പോർട്ടിലെ കാഴ്ചകൾ കാണുന്നത് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ബോട്ട് വന്നിങ്ങനെ 2 വെൽക്കം ചെയ്താണ് ഇങ്ങനെ കയറ്റുന്നതെന്നുള്ള കാര്യമൊക്കെ. അവർ ഡയറക്ഷൻ കൊടുക്കണമെന്ന് തോന്നുന്നു. ഇവിടെയാണ് പോർട്ടെന്ന് ഡയറക്ഷൻ കൊടുക്കണമെന്ന് തോന്നുന്നു. ഒരു വഴി കാട്ടി കൊടുക്കണമല്ലോ. 2 സൈഡിൽ വന്ന് അതേ കണ്ടില്ലേ, 2 സൈഡിൽ വന്ന് അതിനെ വെൽക്കം ചെയ്ത് നമ്മൾ പോർട്ടിലേക്ക് കയറ്റും. അതാണ് സംഭവം. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ? ദേണ്ട അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നീളത്തിനൊരു സംഭവം കണ്ട, ആ ഒരു ഇങ്ങനെ സംഭവം കെട്ടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പുറം കടലും ഇപ്പുറത്തുള്ളതാണ് നമ്മളെ പോർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പോർട്ടിൻ്റെ ഏരിയ ആയിട്ട് പറഞ്ഞ പ്രദേശം അതാണ്. അവിടേക്കാണ് ഇപ്പോൾ ആ കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ സംഭവത്തിൽ ഈ ടഗ് ബോട്ട് വന്ന് വെൽക്കം ചെയ്യണ മാത്രമല്ല, ഈ ടഗ് ബോട്ട് അതിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കയറ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. ആ വലിയ കപ്പലിലേക്ക് 2 ടഗ് ബോട്ടിൻ്റെയും കയറ് 2 സൈഡിലായിട്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് അത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. കെട്ടിയിട്ട് അവരാണ് ഇതിനെ വലിച്ച് നമ്മളാ ഈ പോർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഓ, ഞാൻ അപ്പോൾ ഈ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ സംഭവം കണ്ടത്. MSCയുടെ കപ്പലാണ് ഇതാ കിടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തുടക്കത്തിൽ നമ്മൾ MSCയുടെ കപ്പൽ പോകണ കണ്ടില്ലേ, അതുപോലത്തെ വേറൊരു കപ്പലാണ്. അത്രയും വലിപ്പമുള്ളൊരു വേറൊരു കപ്പൽ. MSC തന്നെ. MSC ഇതുകൊണ്ട് അവിടെ കാണാം. MSC അതിലേതാണ്ട് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. അവിടേക്ക് തന്നെ മറ്റേ കപ്പൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാ ഇല്ല, നടക്കണേ ഉള്ളൂ. ഗൈസ്, നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ മാറിയിട്ട് നമ്മളിവിടെ കപ്പൽ കാണാനായിട്ട് കപ്പലിൻ്റെ പുറകെ പോയി. അതെ തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കപ്പൽ ഇങ്ങനെ പോർട്ടിലേക്ക് കൊണ്ട് കയറുന്നത്. ആക്ച്വലി നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാനാണ് വന്നതെങ്കിലും നമ്മൾ ഈ കാഴ്ച കണ്ട് നമ്മൾ ഇങ്ങോട്ടായി. കുറേ നേരമായി നമ്മളിവിടെ വന്ന് ആ കപ്പൽ പോകണമെന്നൊക്കെ നോക്കി അങ്ങനെ നിന്ന് പോയി. കാര്യം ഞാൻ ആദ്യമായിട്ട് കാണണുണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആദ്യമായിട്ടാണല്ലോ സംഭവം കാണുമ്പോൾ ഒരു കൗതുകം. അങ്ങനെ അത് നോക്കി അവിടെ നിൽപ്പായി. അവരിപ്പോൾ വിളിച്ച്. ഇതാണ് അശ്വതി, ലക്ഷ്മിയുടെ ചേച്ചിയല്ലേ? ആ, ചേച്ചി. കഴിഞ്ഞ കഥം ഹോക്കയാ ഗൈസ്. ഇതാണ് ലക്ഷ്മി. ഒരു ഹായ് പറഞ്ഞേ. ആ, നമ്മളെ കുടുംബത്തിലേക്ക് വരാൻ പുതിയ അതിഥി. ഫോട്ടോഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ട്. എവിടെ വേണ്ട ആ പാറയില്ല? ഓ, അങ്ങറ്റതാ.
നല്ല അവിടെയല്ലേ ഇതുകൊണ്ടാക്കാണോ പറയല്ലേ? നല്ല തിരയുണ്ട്, നല്ല തിരയുണ്ട്. ആ അവിടുത്തെ ഇത് വരും. ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ അല്ലേ? അല്ലേ, നമ്മൾ ഫസ്റ്റ് പോയ ലൊക്കേഷനെ കാട്ടിയും കൊള്ളാം അല്ലേ? ആ കുറച്ചുകൂടെ ഫ്രീഡം ആരും ഇല്ല. അതായത് ഗൈസ് മിന്ത്രന്ന് വാങ്ങിച്ചിട്ട് റിട്ടേൺ അടിക്കാൻ പറ്റുന്ന ഷൂ ആണ്. വേണ്ട, ഇത് മാത്രല്ല, അതാണ്ട ഈ ഔട്ട്ഫിറ്റ് ഇതല്ല. ഇനി ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും? അവര് ചെയ്തു തരും. ജോസ് ബ്രദേഴ്സിന്റെ ഒരു പരസ്യമായി. അല്ല റെയിൽവേ അല്ലല്ലോ, പാളയം. താങ്ക് യു. ഗൈസ് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് നമ്മളെ നേരെ ഇനി വീട്ടിലോട്ടാണ്. അതേ ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. ആര്യ ജ്യോതി എന്നാണ് കഴിച്ചത്, പട്ടം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. അവരെ വീട്ടിൽ കൊണ്ടാക്കണം. ഓക്കെ, ബൈ. ഓക്കെ, ശരി. അപ്പൊ ഇനി കല്യാണത്തിന് കാണാം. ഓക്കെ, ബൈ. ഗൈസ് നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരെ വീട്ടിലാക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Till the next time, this is Anand Nair signing out from Sunday Vlogs. Bye bye.